ഹലോ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കേക്കാണ് കേട്ടോ. ക്രിസ്മസ് അല്ലേ വരുന്നത്, നമുക്ക് കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് 200 ഗ്രാമാണ് കേട്ടോ. അത് പീൽ ചെയ്തതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഇനി അടുത്തത് വേണ്ടത് നമുക്കൊരു ബൗളിലേക്ക് 200 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 100 ഗ്രാം ഷുഗർ, അത് ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് അടുത്തത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഒരു നുള്ളു ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ സിനമൺ പൗഡറും ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ട മുട്ടയാണ് കേട്ടോ. 2 വലിയ മുട്ട എടുക്കുക, അല്ലെങ്കിൽ 3 ചെറിയ മുട്ട എടുക്കുക. അതും മെൽറ്റ് ചെയ്ത ബട്ടറാണ് 150 ഗ്രാം, അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 2 മിനിറ്റ് എടുത്ത് മിക്സ് ചെയ്യണം. നമുക്കിതിന് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഹാൻഡ് മിക്സർ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു ബീറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലൂസായി വരും, ആ ഷുഗറെല്ലാം ഒന്ന് മെൽറ്റായിട്ട് ഇതുപോലെ ആയിക്കിട്ടും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കുറച്ച് ടൈം എടുത്ത് വേണം നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ ക്യാരറ്റ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത നട്ട്സ് ചേർത്ത് കൊടുക്കാം. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബദാമും കാഷ്നട്ടുമാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കേക്ക് മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അറൗണ്ട് ഒരു 40 മിനിറ്റ്സോളം ആയിട്ടുണ്ടായിരുന്നു നമുക്ക് കേക്ക് റെഡിയാവാനായിട്ട്. കേക്ക് റെഡിയായതിന് ശേഷം നമുക്കത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ടോഫി സോസ് തയ്യാറാക്കണം. ടോഫി സോസ് തയ്യാറാക്കുന്നതിന് ബ്രൗൺ ഷുഗർ തന്നെയാണ് നല്ലത്. ഒരു 55 ഗ്രാം ബട്ടർ എടുക്കുക, അതുപോലെ തന്നെ ഒരു 75 ഗ്രാം ഷുഗർ, ബ്രൗൺ ഷുഗർ എടുക്കുക. ഒന്ന് മൈക്രോവേവ് ചെയ്യുക, മൈക്രോവേവ് അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ചൂടാവണം, നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ആ ഷുഗർ എല്ലാം മെൽറ്റായി വരും. ഈ സമയത്ത് നമുക്കൊരു 120 ml, അതായത് ഒരു ഹാഫ് കപ്പ് ഫുൾ ഫാറ്റ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ ടോഫി സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ തണുത്ത കേക്കിലേക്ക്, ഞാൻ മോൾഡിൽ നിന്നും മാറ്റിയിട്ടില്ല, തണുത്ത കേക്കിലേക്ക് ഒരു സ്ക്യൂർ കൊണ്ട് ഇതുപോലെ നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് സോക്ക് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മേലെ ഈ ടോഫി സോസ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തൊരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫുള്ള് അബ്സോർബ് ആകും കേട്ടോ. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ടിന്നിൽ നിന്നും മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളാണെങ്കിൽ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് എന്താണ് ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.